نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരപോക്കത്തോട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, നമ്മൾ ഇത് മൂന്നാം ക്ലാസ്സിന്റെ അറബി പരീക്ഷയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഞാനൊരു കാര്യം ഞങ്ങളോട് ഞാൻ പറഞ്ഞു തന്നേക്കാം. സബ്സ്ക്രൈബ് ഒക്കെ പിന്നെ ചെയ്യണം. അതാണല്ലോ അല്ലേ, ഏത് മറ്റേതാണല്ലോ. ഓക്കെ, റെഡി, പോയി ചെയ്തേക്കാം സബ്സ്ക്രൈബ്, ലൈക്ക്. യെസ് ഗായ്സ്, അപ്പൊ ആദ്യമേ പറയുന്നത് ക്ലാസ് മുഴുവനായിട്ട് ഞാൻ എടുത്തു പോവില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എന്താ എങ്ങനെ പറയുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വി ആർ ഡിസ്കസിങ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഓൺലി. ഓക്കെ, വി ആർ ഡിസ്കസിങ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഓൺലി. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ പോവുകയാണ്, മൂവിങ് ഓൺ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ, അതേ പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതന്നെ നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകണമെന്ന് ഞാൻ പറയൂല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളും പഠിച്ചിട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവാം. നിങ്ങൾക്കറിയാം, ഏകദേശം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം എക്സാംസിന് വരാറുണ്ട്. ഇപ്രാവശ്യത്തെ എക്സാം എന്താ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഗായ്സ്. യെസ്, വി ആർ മൂവിങ് ഓൺ. യെസ്, അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. യെസ് 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 യെസ്. അപ്പോൾ ഇവിടെ അല്ലേ, ഇവിടെ വലതുൻ നളീഫുൻ ബിന്തുൻ നളീഫത്തുൻ അല്ലേ, വലതുൻ നളീഫുൻ ബിന്തുൻ നളീഫത്തുൻ, ഇത് നമുക്കറിയാം അല്ലേ. ഹാത്താ വരുന്നൊരു സംഭവമാണ് ഇത് അല്ലേ, നമുക്കറിയാം. അത് പിന്നെ മുദക്കർ ആണെങ്കിൽ പിന്നെ ഹാത്താ ഉണ്ടാവില്ല, മുഅന്നസ് ആണെങ്കിൽ ഹാത്താ. അതായത് പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ കൂടെ എപ്പോഴും ആരുണ്ടാകും, ഒരു ഹാത്ത ഉണ്ടാവും അല്ലേ, ഒരു ഹാത്ത ഉണ്ടാവും. ഇപ്പൊ ഇവിടെ വലതുൻ നളീഫുൻ, ഇവിടെ ബിന്തുൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ വരിക, ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് വലതാണ്, വലതുൻ ജമീലുൻ. അപ്പൊ ബിന്തുൻ ജമീലത്തുൻ, ഇവിടെ ജമീലല്ലേ കൊടുത്തത്, ജമീലത്തുൻ. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അല്ലെ മക്കളെ, ജമീലത്തുൻ അല്ലെ. ഇനി അടുത്തത് റജുലുൻ കബീറുൻ. അപ്പൊ ഇവിടെയോ മർഅത്തുൻ കബീറത്തുൻ, മർഅത്തുൻ കബീറത്തുൻ അല്ലെ, കബീറത്തുൻ. അബുൻ ലത്തീഫത്ത്, ഉമ്മുൻ ലത്തീഫത്തുൻ അവിടെ കൊടുത്തത്. അപ്പൊ അബുൻ ലത്വീഫുൻ അല്ലെ, ലത്വീഫുൻ. ഓക്കെ, റെഡി. അതുപോലെ തിൽമീദുൻ നാജിഹുൻ, തിൽമീദുൻ നാജിഹത്തുൻ. ഇനി അടുത്തതോ ത്വബീബുൻ മാഹിറുൻ. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം ത്വബീബത്തുൻ അല്ലെ, ത്വബീബത്ത് ഡോക്ടർ. ആരാണ്, മാഹിറത്തുൻ അല്ലെ. ഇനി മുദരിസ്, അപ്പൊ ഇവിടെ ആരാവും, പെണ്ണ് മാറി, മുദരിസ് മാറിയിട്ട് മുദരിസത്താവും, മുദരിസത്തുൻ കരീമത്തുൻ അല്ലെ, കരീമത്തുൻ. ഈസി, റെഡി. അപ്പോ ഇത് ശ്രദ്ധിക്കാം മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു സാധനം വി മസ്റ്റ് ലേൺ. നമ്മൾ എന്തായാലും ഈ ഒരു സംഭവം, നമ്മൾ ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചിരിക്കണം. എക്സാംസിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഇത് പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയായിട്ട് സംഭവം തരും. അതിന്റെ എന്താണ്, ഇപ്പൊ റജുലാണെങ്കിൽ മർഅ, വലതാണെങ്കിൽ ബിന്ത് അല്ലെ, തിൽമീദാണെങ്കിൽ തിൽമീദത്ത്, അബ ആണെങ്കിൽ ഉമ്മ, ഇതൊക്കെ നമുക്കറിയാം. പിന്നെ ഇവിടെ ജമീൽ വന്നതാണെങ്കിൽ ഇവിടെ ജമീലത്തുനാണ്, നളീഫ് ആണെങ്കിൽ നളീഫത്തുനാണ് ഉണ്ടാവുക അല്ലെ, കബീർ ആണെങ്കിൽ കബീറത്തുനാണ് ഉണ്ടാവുക. വി ഓൾറെഡി ലേൺ ദീസ് തിങ്സ്. ഓക്കെ, വി ആർ മൂവിങ് ഓൺ ദ നെക്സ്റ്റ് പേജ്. ഓക്കെ, റെഡി. യൗമുൻ സഈദുൻ തഖൂമു മിനൽ നൗമി മുബക്കിറൻ അല്ലെ. നമ്മൾ ഈ പാഠത്തിൽ മുഴുവനായിട്ട് നമ്മൾ നല്ല ശീലങ്ങൾ നല്ലതാവാൻ വേണ്ടിയിട്ട്, നമുക്ക് വൃത്തിയുള്ളവരാവാൻ വേണ്ടിയിട്ട്, നമ്മൾ വളരെ നല്ലൊരു മനുഷ്യനായി മാറാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അല്ലെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രവർത്തികളിലൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ട നല്ല നല്ല കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഗായ്സ്. യെസ്, അപ്പോ തഖൂമിനൗമി മുബക്കിറൻ, രാവിലെ തന്നെ എഴുന്നേൽക്കും. ടുനളിഫുൽ അസ്നാൻ, പല്ലൊക്കെ തേക്കുന്നുണ്ട് അല്ലെ. പിന്നെയോ അടുത്തതോ തർജിഉൽ ബൈതി മസാഅൻ, പിന്നെ ഇവിടെയല്ലേ തഅസിലു യദൈനി, തഅസിലു യദൈനി, രണ്ട് കൈകൾ അല്ലെ നന്നായിട്ട് കഴുകാണ്. തനാവുൽ അദാ, അദാ കഴിക്കാണ്. തർജിഉൽ ബൈതി മസാഅൻ അല്ലെ, നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യാണ്, മടങ്ങാണ്. വൈകുന്നേരം അല്ലെ. തലഅബു മഅൽ അസ്തിഖാ, കുട്ടികളുടെ കൂടെ കളിക്കുന്നുണ്ട്. അസ്തിഖാ കുട്ടികളല്ല, സുഹൃത്തുക്കൾ. നസ്തഹിമു ബഅദൽ ലഅബ്, പിന്നെ അതേപോലെ തന്നെ ദാകിർ ദുറൂസ്. പിന്നെ അടുത്ത പേജിലും ഉണ്ട് ബാക്കി. തുമാരിസു റിയാദ സബാഹൻ, തസ്തഹിമു ഫിൽ ഹമ്മാം, തൽബുസു സിയാബുൻ നളീഫ. പിന്നെ അതേപോലെ തന്നെ തുനളിഫു സ്വഫ് അല്ലേ, വൃത്തിയാക്കുന്നുണ്ട്. തദ്ഹബു ഇലൽ മദ്രസ, തനാവുലുൽ ഫതൂറൻ. ഇതൊക്കെ കുറച്ച് നല്ല നല്ല കാര്യങ്ങളാണ്. തനാവുലുൽ അശാ, തുനളിഫുൽ അസ്നാൻ ഖബ്ല നൗം, തനാമു മുബക്കിറൻ. അപ്പോൾ നല്ല കാര്യങ്ങൾ, മോശം കാര്യങ്ങൾ എന്നൊക്കെ നമുക്കറിയാം അല്ലേ. നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങൾ എന്തൊക്കെയെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ കുറച്ച് നല്ല കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെയാ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷക്ക് ഞാൻ പറഞ്ഞു തരാം.
അതായത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും തമ്മിൽ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ട് ശരിയായത് സ്വഹീഹ് അല്ലേ, ശരിയായത് അത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ വേണ്ടിയിട്ട് കഴിയണം. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു അടുത്ത പേജുകളിലൊക്കെ ആയിട്ട് അത് വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്കറിയാം എന്താ ഇവിടെ കൊടുക്കേണ്ടത്, അല്ലേ, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ അല്ലെ. പിന്നെ ഇതെന്താണ്, ഇവിടെ എന്താ വരിക, ഉനല്ലിഫു അല്ലെ, ഉനല്ലിഫു അല്ലേ, ഇവിടെ ഉനല്ലിഫു അസ്തഹിമു അല്ലെ, അസ്തഹിമുൽ വജ്ഹ് അല്ലേ. ഓക്കെ, റെഡി. ആ ഒരു സംഭവം, സോറി, നമ്മൾ എന്ത് ചെയ്യാണ്, വജ്ഹി നമ്മളൊക്കെ പറഞ്ഞ ഇവിടെ എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു സംഭവം എന്ത് ചെയ്യും, ഇത് നമുക്ക് അറിയുന്ന സാധനമാണ്. ഇത് ഓക്കെ, ഇവിടെ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, സൊഫ് നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയാക്കണം. അതേപോലെ അതായത് നമ്മൾ ക്ലാസ് റൂമിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയെന്ന് ചോദിച്ചിട്ട് നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ക്ലാസ് റൂമിൽ നമ്മൾ എന്തൊക്കെ മര്യാദകൾ പാലിക്കണം. അപ്പോൾ നമുക്കിവിടെ എഴുതാം അല്ലേ, നമ്മൾ ക്ലാസ് റൂം ഡെയിലി വൃത്തിയാക്കണം, അവിടെയുള്ള ബെഞ്ചും ബുക്കും ഒക്കെ നമ്മൾ അടുക്കി വെക്കണം, അതേപോലെ തന്നെ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണം, ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സലാം പറയണം അല്ലേ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഇതിലൊരു 1, 2, 3 എണ്ണമെങ്കിലും ഒരു 2-3 എണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അതായത് ക്ലാസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തൊക്കെ മര്യാദകളാണ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ മര്യാദകളാണ് നമ്മൾ പാലിക്കേണ്ടത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. യെസ് ഗൈസ്, നെക്സ്റ്റ്. അപ്പോ ഇവിടെയും ഇതും 2 എണ്ണം പഠിച്ചു വെച്ചോടെ മക്കളെ. നളാഫത്തു സിഹ്ഹത്തു വജമാൽ അനളാഫത്തു മിനൽ ഇഹ്സാൻ. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് 2 എണ്ണം പഠിച്ചു വെച്ചോ. പ്ലക്കാർഡ് എന്തായാലും വരും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. പ്ലക്കാർഡ് എന്തായാലും വരും എന്ന് വെച്ചാൽ വന്നിരിക്കും. ഇതിൽ ഏതാണോ ഹാഫിദു അലാ നളാഫത്തിൽ ത്വരീഖ്, ഹാഫിദു അലാ നളാഫത്തിൽ മദ്രസ, ഹാഫിദു അലാ നളാഫത്തിൽ ബൈത്ത് അല്ലെ, ഹാഫിദു അലാ നളാഫത്തിൽ സൂഖ്, എന്താണോ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ ഈസി ഉള്ളത് ഒരു 2 എണ്ണം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, എന്തായാലും പഠിച്ചു വെക്കുക, വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പ്ലക്കാർഡുകൾ. യെസ്, അപ്പോൾ അടുത്തത് നമ്മൾ പോവാണ്. യഖൂമുൽ വലതു, ഇതിൽ ശരി ഏതാണ് തെറ്റ് ഏതാണ്? യഖൂമുൽ വലതു മിനൻ നൗമി മുബക്കിർ അല്ലേ. അടുത്തത് യർമിൽ വലതു ഔറാഖി ഫിസ്സഫി, അത് തെറ്റാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. ഇവിടെ ഒരു ചങ്ങായി നേരം വൈകിയ ഉറങ്ങുന്നത്, അതൊന്നും ശരിയായ ശീലമല്ല അല്ലേ. നമുക്ക് അറിയുന്നതാണ് ഇതൊക്കെ, നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയുന്നതാണ്, വലിയ സംഭവമായിട്ടൊന്നുമില്ല. റെഡി. ഇനി അടുത്തത് ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അല്ലേ, അൽ ആദാതു ജയ്യിദ അൽ ആദാതു സയ്യിഅ, ഉറത്തിബുൽ കുതുബ്, അതേപോലെ തന്നെ ഇവിടെ ഉറത്തിബുൽ കുതുബ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താ കൊടുത്തത്, അർമിൽ ഔറാഖു ഫി സ്വഫ് അല്ലേ. അതായത് നല്ലതായിട്ടുള്ള കാര്യങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങളുമാണ് അല്ലേ. ഉറത്തിബുൽ കുതുബ്, ബുക്കൊക്കെ നല്ലോണം അടുക്കി വെക്കുക എന്ന് പറയുന്നത് നല്ലതായിട്ടുള്ള കാര്യമാണ്. അർമിൽ ഔറാഖു ഫി സ്വഫ്, ചങ്ങായി ക്ലാസ്സിൽ മുഴുവനും എന്ത് ചെയ്യാണ്, ഈ ക്ലാസ്സുകളിൽ മുഴുവനും ഔറാഖുകൾ വലിച്ചെറിയാണ്, അതൊക്കെ തെറ്റായതാണ്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചതായിരിക്കും. ഈ സാധനവും ഞാൻ ഇമ്പോർട്ടൻറ്റ് തിങ്സിലേക്ക് പെടുത്തുകയാണ്. ഇതും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിക്കാം. അടുത്തത് ഇവിടെ ചെറിയൊരു കഥ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് പഠിച്ച കഥയാണ്, ഇതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഇവിടെ തന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, നളിഫിൽ അസ്നാനു ഖബല നൗം അല്ലേ. ഇവിടെ ഡോക്ടർ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു സാധനം അല്ലേ. നളിഫിൽ അൽ അസ്നാനു ഖബല നൗം വലാ തഅകുലിൽ ഹൽവയാതു കസീറ. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, വൃത്തിയാക്കാൻ വേണ്ടി പറയാണ് എന്ത്, പല്ല്. അതേപോലെ തന്നെ കൂടുതൽ നമ്മൾ മിഠായികളൊന്നും കഴിക്കരുത് എന്ന് എന്ത് ചെയ്യാണ് ഈ ഒരു സംഭവത്തിൽ ഇവിടെ പറയുന്നു. യെസ് ഗൈസ്, ഇനി അടുത്തത് ഇവിടെ ഇതൊക്കെ നമുക്കറിയാം മക്കളെ. റമീസ് മൽ ഹൽവയാത്ത്, പിന്നെ ചങ്ങായിക്ക് എന്ത് വരികയാണ്, അലമുൽ ബത്തം വരികയാണ്. പിന്നെ അവൻ്റെ അഹന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവാണ്, ഫഹസ് സൊബീബ് റമീസ്. നമുക്കറിയാം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ ഈസി ഉള്ള ഒരു സംഭവമാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അത് കഴിഞ്ഞ അടുത്തൊരു പാഠത്തിൽ, ഈ ഒരു പാഠത്തിൽ കുറച്ച് കാര്യങ്ങൾ ഈ പാഠത്തിൽ നമുക്ക് നോക്കാനുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ വാട്സപ്പിനെ പറ്റിയിട്ടും യൂട്യൂബിനെ പറ്റിയിട്ടും ഫേസ്ബുക്കിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. ഇതിലൊന്നുമില്ല ഇവിടെ അന വാട്സപ്പ് അന മഷ്ഹൂറുൻ യസ്തഖ്ബിനി അന്നാസ്, അതേപോലെ തന്നെ ഉസാഇദുഹും അലൽ ഇർസാലി ദിസാൽ അല്ലേ. അത് ഇവിടെ എത്തുമ്പോൾ ഇവിടെ എന്താവും, അന യൂട്യൂബ് എന്നാവും അല്ലേ. അന യൂത്തി എന്താണ് യൂട്യൂബ് അല്ലേ. അന മഷ്ഹൂറുൻ
അതേപോലെ തന്നെ ഉസാഇദുഹും അലാ മുശാഹദതി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തത് ഈ സംഭവം, ഈ തിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇത് നമുക്കറിയാം, ഒന്നുമില്ല, മാറ്റി അങ്ങോട്ട് എഴുതാനേ ഉള്ളൂ. വാട്സപ്പിന്റെ അതേ സാധനം എടുത്തിട്ട് ഫേസ്ബുക്കിന് ഇവിടെ അങ്ങോട്ട് എഴുതി കൊടുക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇവിടെ മാറാനൊന്നുമില്ല. ഇനി ഈ ഒരു സംഭവം അല്ലേ, ഒരു ബയോഡാറ്റ, ഒരു പ്രൊഫൈൽ, നമ്മളിവിടെ എന്തൊരു പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അവിടെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പ്രൊഫൈൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ പേര്, നമ്മുടെ ക്ലാസ്, നമ്മുടെ വയസ്സ്, നമ്മുടെ ഉമ്മയുടെ പേര്, ഉപ്പയുടെ പേര്, എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഗായ്സ് മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു 2 സംഭവങ്ങൾ എൻ്റെ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പെടുത്തുക. അതേപോലെ തന്നെ ഈ ഒരു സംഭവം ഇവിടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, യെസ്, ഇതൊന്നും ഞാൻ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ചെറിയൊരു ബയാനൊക്കെ വന്നാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു സംഭവം, ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു, ഇതൊന്നും ചിലപ്പോൾ എഴുതാനുണ്ടാകും. ഓക്കെ, റെഡി. അപ്പോൾ ഹെവാർ എന്തായാലും വരും. ഓക്കെ, പിന്നെ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ ഈസി അല്ലടോ, ഇതൊക്കെ ഈസി അല്ലേ, എന്നെ യോജിപ്പിച്ച് കൊടുക്കാൻ ഈസി അല്ലേ, ഇതൊക്കെ ഈസിയാണ്, പറയാനൊന്നുമില്ല. വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു സംഭവങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് വാ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങൾ, പിന്നെ 3ാം ക്ലാസ്സിൻ്റെ മറ്റുള്ള വിഷയങ്ങൾ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആയിട്ടുള്ളതെങ്കിൽ താഴത്തെ നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവാം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം, നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അയച്ചു കൊടുക്കാം, ഒരു സ്റ്റാറ്റസ് ഒക്കെ വെക്കാം. യെസ് ഗൈസ്, അപ്പോൾ കോൾ ഓഫ് ഇൻ അവർ ക്ലാസ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, നിർത്തുകയാണ് അല്ലേ. ഐ എം ഗോയിങ് ടു കോൾ ഓഫ് മൈ ക്ലാസ്. ഞാൻ ക്ലാസ് എന്ത് ചെയ്യാണ്, നിർത്താൻ പോവാണ്. അപ്പോൾ സീ യു അഗെയിൻ, ബൈ, അസ്സലാമു അലൈക്കും.